ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് കമ്പനി ബോർഡ് LGS എക്സാം വരുന്നുണ്ടല്ലോ, അത് പഠിക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജിയാണ് നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ ഇന്നോട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ പിറകെ തന്നെ കാണും. കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതായത് ഡിഗ്രി പ്രിലിമിനറി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SI, അങ്ങനെ ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാനും പറ്റും. കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്ത് പഠിക്കാനും പറ്റും. അതുകൊണ്ട് പിന്നെ വരുന്ന എക്സാംസ് നമുക്ക് യൂണിഫോം പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങളിൽ എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേര് എന്നുവെച്ചാൽ എല്ലാവരും കയറുന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കയറണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിട്ട് മാറ്റുള്ളതാണ് കേട്ടോ. നമുക്കൊരു ഗോൾ വരത്തില്ലേ, ഒരു ഡ്രീം വരത്തില്ലേ, എൻ്റെ ഒരു ഡ്രീമായിട്ട് മാറ്റിയേക്കാണ് എന്താ ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുന്ന, എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എന്താ നല്ലൊരു സർവീസിനകത്ത് ജോലി കയറാൻ പറ്റണം. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ജോലി കയറാൻ പറ്റും. മനസ്സിലായോ? പക്ഷെ അതിൻ്റെ ഒരു 50% ഞാനിവിടെയും 50% നിങ്ങൾ വേണം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ മാക്സിമം നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാം. മാക്സിമം മോട്ടിവേഷൻ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കുന്നു പറയാം. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ഞാൻ പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും ഞാൻ തരാം. പക്ഷേ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കാതെ നമുക്ക് ഒരു നടപടി നടക്കത്തില്ല. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് വൃത്തിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSന്റെ സ്ട്രാറ്റജിയാണ്. കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ ഒരു ബിഗിനറിന് തുടക്കത്തിൽ പൂജ്യമാണ്, ഞാൻ ഒന്നും PSC ഇതുവരെ എനിക്ക് അറിയത്തില്ല, എനിക്ക് PSC എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഒരു PSCയിൽ ജോലി എഴുതിയെടുക്കാൻ പറ്റുന്നത്? ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ. ഒരുപാട് വർഷങ്ങളൊന്നും ഇതിന് വേണ്ടി കളയാൻ ഇല്ല. നമ്മൾ MBBS എഞ്ചിനീയറിംഗ് ഒന്നും അല്ല പഠിക്കുന്നത്, നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത്. ആ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആ എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ആ എക്സാം എഴുതാനുള്ള കണ്ടന്റാണ് നമുക്ക് വേണ്ടത്. ആ കണ്ടന്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോവുക, സീരിയസ് ആയിട്ട് പഠിക്കുക. അല്ലാതെ എന്ത് ചെയ്യരുത്, ഒരിക്കലും പകുതി ദിവസം നിർത്തുകയോ പിന്നെ പകുതി വെച്ച് തുടങ്ങുകയോ അങ്ങനെയൊന്നും തുടങ്ങണം എന്ന് കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായി? നമ്മൾ അത്രയും എഫേർട്ട് ഒന്നും ഇടാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരെല്ലാവരും ആത്മാർത്ഥ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്ന് കാണാം. ഓക്കെ, വീട്ടിലോട്ട് വാ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സ്ട്രാറ്റജിയാണ്. ഓക്കെ, LGS എക്സാം വെച്ച് നമുക്ക് തുടങ്ങാം. നമ്മൾ ബിഗിനറാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ബിഗിനർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളൊരു സ്റ്റാർട്ടറാണ്, നിങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. PSC കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങളിലുണ്ട്. അതായത് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, PSC 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം, അതെല്ലാം അറിയാം. ആ ബേസ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതറിയത്തില്ല, ഞാൻ അത് പറയാം. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അത് കണക്കെ നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ അത് കണക്കെ സിലബസ് നമ്മൾ ആ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊക്കെ നമുക്ക് അറിയാം. അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബിഗിനേഴ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണുക, മനസ്സിലാക്കുക. അത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതുകൊണ്ട് തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, SI, അങ്ങനെ ഒരുപാട് പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻസും എക്സാം ഡേറ്റും അതിനൊക്കെ തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും അങ്ങനെ കുറേ ഡേറ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ടൈമിൽ എന്താ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമും കാണും. നിങ്ങൾ PSC എഴുതാൻ തുടങ്ങി അല്ലെങ്കിൽ PSC പഠിച്ച് ഒരു ജോലി വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് മസ്റ്റാണ് ഗവൺമെൻറ് ജോലി വേണം. ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഡ്രീമുകളും എല്ലാം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണേ നിങ്ങൾക്ക് അത് വേണമെന്നതിൻ്റെ കാരണം എന്തുകൊണ്ട് എനിക്ക് ഈ ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ടൊരു പോയിന്റ് ആയിരിക്കും. നിങ്ങൾക്കിപ്പം വീട്ടിൽ നിങ്ങൾ പിന്നെ ഫിനാൻഷ്യലി നിങ്ങളെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പല 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 ആവശ്യങ്ങളായിരിക്കും. കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പല ആവശ്യങ്ങളായിരിക്കും. ജോലി അത്യാവശ്യമാണ് നിങ്ങൾക്ക്. അങ്ങനെയുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾക്ക് എന്ത് വേണം? നമുക്ക് ജോലി വാങ്ങിക്കണം. നമുക്ക് ജോലി വാങ്ങിച്ചേ പറ്റൂ. മനസ്സിലായോ? എനിക്കത് കുറച്ചും കൂടി ഒരു ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് ആ മൈൻഡിൽ ആ ഗോള് കിടപ്പുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ജോലി വാങ്ങിച്ചേ പറ്റൂ. മനസ്സിലായ? കാരണം നിങ്ങൾ ഇത്രയും സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. വീഡിയോ കാണുന്നതിനാണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലും എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സമയം ചിലവാക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്നാമത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കുക. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആയ? കാരണം നമ്മൾക്കിപ്പം നിങ്ങൾക്ക് ഉള്ള ഒരു ടെൻഷൻ ഞാൻ പറയാം, ഒരു പ്രഷർ ഞാൻ പറയാം. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇത്രയും പേരില്ലേ, അതിനകത്ത് ഇത്രയും വീഡിയോകളും ഇത്രയും റിസോഴ്സ് ഉപയോഗിക്കുന്ന ഇത്രയും പേരില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും.
മനസ്സിലായി? അപ്പം നിങ്ങൾ ആ കോമ്പറ്റീഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം നിങ്ങൾ മനസ്സിനെടുത്ത് കളയാതെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങ് അറ്റം വരെ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു സാധനം എത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്, പക്ഷെ അവർ നല്ല കോമ്പറ്റീഷൻ തരുന്ന ആൾക്കാരായിരിക്കും. അതാണ്, അവിടെയാണ് കോമ്പറ്റീഷൻ. നമുക്ക് ഇത്രയും നിങ്ങൾ ഈ വലിയ നമ്പറുകളൊന്നും പേടിക്കണം, ലക്ഷങ്ങളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അതിനകത്തൊരു 50,000 ആയിരിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അത് കോമ്പറ്റീഷനാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട്, ഓക്കെ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും കോമ്പറ്റീഷൻ ഇല്ല. 50% കോമ്പറ്റീഷൻ നമുക്കുണ്ട്. ആ കോമ്പറ്റീഷനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഉണ്ടേ, വീഡിയോ കാണുന്നതായാലും പഠിക്കുന്നതാണെങ്കിലും പിന്നെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ക്ലാസ് എടുത്ത് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ അവരിൽ നിന്ന് ഡിഫറെൻ്റ് ആവും? നമുക്കൊരു സ്ട്രാറ്റജി വേണം, നമുക്കൊരു വേ ഓഫ് പഠന രീതി വേണം, അല്ലേ? വേ ഓഫ് സ്റ്റഡിങ് വേണം, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മെത്തേഡ് വേണം. അത് നമുക്ക് ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമുക്ക് ഈ വർഷങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വർഷങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആ ഒരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കും. അതല്ല, നിങ്ങൾക്ക് പേരുകൾ പഠിച്ച് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പേരുകൾ പഠിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ടാക്കിയെടുക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് മാത്സ് നിങ്ങൾക്ക് വീക്കാണെങ്കിൽ മാത്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അപ്പം അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതികൾ നിങ്ങൾ ഇമ്പ്രൂവ് വരുന്നേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് നമ്മുടെ ഈ സിലബസ്, അല്ലെങ്കിൽ നമുക്ക് ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് കൈ കിട്ടുന്ന സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസാണ്. സത്യമായിട്ട് എല്ലാ വ്യക്തികൾക്കും മാത്സ് ബുദ്ധിമുട്ടില്ല, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടില്ല, മലയാളം, ഇതിനകത്തൊന്നും ബുദ്ധിമുട്ട് വരുന്ന ഏരിയ അല്ല. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങൾ. 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരല്ലേ, +2 കഴിഞ്ഞ ആൾക്കാരല്ലേ, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വായിച്ചാൽ മനസ്സിലാകാത്ത? നിങ്ങൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ വായിച്ചാൽ മനസ്സിലാകാത്ത? നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളെ അതിനകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനമേ ഉള്ളൂ. ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ ചിന്തിച്ചു പോയാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അത് കിട്ടുന്ന സാധനമേ ഉള്ളൂ. ആ വലിയ പാഠമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കോമ്പറ്റീഷൻ നമുക്കറിയാം, 50% കോമ്പറ്റീഷൻ ഉണ്ട്. ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, കോമ്പറ്റീഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്താ ഇത്രയും ഏരിയ പഠിക്കാനുണ്ട്, അതും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നത്. അപ്പം വീണ്ടും എന്താ, അത്രയും ആൾക്കാർ പഠിക്കുന്ന സാധനമാണ്, കോമ്പറ്റീഷനുള്ള സാധനമാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് വരുന്നത്? അത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവം. സ്ട്രാറ്റജിക്കലായിട്ട് പഠിക്കണം. എല്ലാവരും പറയും അങ്ങനെ പഠിക്കണം, എന്താ സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്, ഹാർഡ് വർക്ക് അല്ല എന്ന് പറയും. അങ്ങനെയല്ല, സ്മാർട്ട് സ്റ്റഡി വേണം, കൂടെ ഹാർഡ് വർക്കിംഗ് വേണം. കാരണം പണ്ടത്തെ കണക്കല്ല, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, ഹാർഡ് വർക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ കയറി വരത്തുള്ളൂ. ആ ഹാർഡ് വർക്കിംഗ് മാത്രം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരത്തില്ല. നമുക്ക് അതിൻ്റെ കൂടെ സ്മാർട്ട് വർക്കും കൂടി വേണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് എൻ്റെ രീതിയാണ്. എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ഈ രീതിയിലാണ് ഞാൻ സംസാരിച്ച ഒരുപാട് പേര്. ഇപ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ, PSC ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അവരെ പഠിച്ച രീതികൾ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുക, അത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. കേട്ടാ? ഇനിയിപ്പം വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ആലോചിക്കുക, നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കിട്ടാൻ. മനസ്സിലായോ? എല്ലാ ആൾക്കാരും ഇത് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എല്ലാ വ്യക്തികളും ഈ ഒരു ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കേൾക്കുന്ന ഇത്രയും പേരും അത് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. മനസ്സിലായോ? അത് നിങ്ങൾ ഡിഫറെൻ്റ് ആക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സ്ട്രാറ്റജീസാണ്. മനസ്സിലായി? അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ പുതിയ മാറിയ എക്സാമിനകത്ത് പ്രത്യേകത എന്താ? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കാണും, സ്റ്റേറ്റ്മെന്റ്സ് കാണും. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെടുത്ത് ഓപ്ഷനകത്ത് നമുക്ക് ട്രിക്ക് ഉണ്ട്. ഓപ്ഷനകത്ത് ട്രിക്കിയായുള്ള ഓപ്ഷൻസ് ആണ് 1, 2, 1 and 2, 1 and 3 എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻസും തരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ മനസ്സിലാക്കി കറക്റ്റ് ആൻസർ നമ്മൾ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ കറുപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UPSC എക്സാംസിനൊക്കെ വരുന്ന മോഡലാണ്. UPSC എക്സാമിൻ്റെ മോഡൽ എന്താ, അല്ലെ അതിൻ്റെ സ്ട്രാറ്റജി എന്താ, എന്തിനാണ് അവർ ആ രീതിയിൽ എക്സാം നടത്തുന്നത്? ആ വ്യക്തികളുടെ നോളജിൻ്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുമാത്രം അവർക്ക് ആ കൺസെപ്റ്റ് അറിയാം എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് ആ UPSC എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. PSCയിലോട്ട് വന്നപ്പോഴും ഇപ്പം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എന്ത് തന്നെ ആ ഒരു മെത്തേഡാണ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് എഴുതിയ ആൾക്കാർക്ക് അറിയാം അതെന്താ, നമ്മൾ പഠിച്ചതിൻ്റെ അത്ര പാടല്ലായിരുന്നു, എളുപ്പമായിരുന്നു. അപ്പം എന്താ അവിടെ വേറൊരു രീതിയിലുള്ള സ്ട്രാറ്റജി അവരെടുത്തത്. മനസ്സിലായോ? അപ്പം എന്തുമായിട്ടും അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ആയിരിക്കും നമ്മുടെ മൈൻഡിനകത്തുള്ളത്. എളുപ്പമാണെങ്കിൽ എളുപ്പം, അതിനകത്ത് ഏറ്റവും എല്ലാം എഴുതാൻ പറ്റണം, പാടാണെങ്കിലും എഴുതാൻ പറ്റണം. മനസ്സിലായി? ആ ഒരു രീതിയിൽ വേണം നമ്മൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ. കാര്യങ്ങൾ മനസ്സിലാക്കുക. വെറുതെ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്താണിത്, അല്ലെങ്കിൽ എന്താണ് ഈ ഫോട്ടോസിന്തസിസ് എന്നൊരു ഹെഡിങ് എടുത്താൽ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നൊരു കാര്യം പഠിക്കുക.
മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവരുടെ വന്നു, അവരുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചില്ലേ, കുഞ്ഞിലെ നമ്മൾ പഠിച്ചില്ലേ, അതേ കണക്ക് കാര്യം മനസ്സിലാക്കി പാരഗ്രാഫ് കണക്ക് ആൻസർ എഴുതാൻ വേണ്ടി പഠിക്കുക. മനസ്സിലായോ? UPSC എക്സാംസിനകത്ത് അത് കണക്കാണ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എസ്സേകളുണ്ട്. എസ്സേ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മൊത്തം പോയിന്റിന് മാർക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ആൻസർ എഴുതി കൊടുക്കുന്ന എഴുതി കൊടുക്കണം. ഓക്കെ, അതങ്ങനെ ഒരു പേപ്പർ ഉണ്ട് അതിനകത്ത്. പ്രിലിമിനറി കഴിഞ്ഞിട്ട് മെയിൻസിനകത്ത് അതാണ് വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സംഭവമാണ് വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? കൺസെപ്റ്റ്. ഞാൻ നമ്മൾ ഇവിടെ അത് അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ, ഞാൻ പറയുന്നതാണ്. മെയിൻസ് വരുമ്പോൾ ചിലപ്പോൾ ഇനി ഭാവിയിൽ അങ്ങനെയൊക്കെ വന്നുകൂടാതൊന്നുമില്ല. അപ്പം നമുക്കൊരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? അപ്പോൾ UPSC ലെവലിൽ എക്സാമിൻ്റെ ആ ഒരു മോഡലിലാണ് നമ്മുടെ PSC വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സത്യം പറഞ്ഞാൽ നല്ലതാ. നമ്മൾ കറക്കി കുത്തി ജോലിക്ക് കയറുന്നതല്ലല്ലോ, നമ്മൾ കാര്യം പഠിച്ച് മനസ്സിലാക്കാനാണ് ജോലിക്കുന്നത്. അപ്പോൾ കാര്യം പഠിക്കണം, കൺസെപ്റ്റ് ക്ലിയർ ആവണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് നിങ്ങളുടെ ഐഡിയ കറക്റ്റ് ആയിരിക്കണം. അത് ബുദ്ധിമുട്ടില്ല. 10ാം ക്ലാസ് വരെ പഠിച്ച സാധനമല്ലേ, അതിന് ഹിസ്റ്ററിയും ജോഗ്രഫിയും സയൻസും ആണല്ലോ. അതിൻ്റെ കൺസെപ്റ്റ് ഓൾറെഡി ഒരു വട്ടം പഠിച്ചതാ. ഇനി ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുത്താൽ മതി, അത് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയാൽ മതി അല്ലേ? ആ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? മനസ്സിലാക്കുക. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന ആൾക്കാർക്കാണ് ജോലി കിട്ടുന്നത്. കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? SCRT പഠിക്കണം അല്ലേ? നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം. SCRT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം. അതെങ്ങനെ പഠിക്കണം? നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന കണക്ക് പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നില്ലേ, അതേ കണക്ക് തന്നെ പഠിക്കുക. കാര്യം മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലായോ? അല്ലാതെ അതിനകത്ത് ബുള്ളറ്റ് പോയിന്റ് കണക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. അതാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്വസ്റ്റ്യൻ ആൻസർ മോഡലല്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് 4 ഓപ്ഷനകത്ത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാനല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് താഴത്തെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം, അതിനുവേണ്ടി അങ്ങനെ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഹെഡിങ് വായിക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുക, ആ സംഭവം അത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ കിടക്കുക. അത് ഒരു പാരഗ്രാഫാണ് ആ ക്വസ്റ്റ്യനകത്ത് വരുന്നത്. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫാണ്. നമ്മൾ പാരഗ്രാഫിനകത്ത് ഉത്തരം എഴുതുന്നതാണ് ആ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, SCRT ബുക്കുകൾ എടുത്ത് വെച്ചിട്ട് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ബുക്കുകൾ, അതിൻ്റെ സയൻസ് ആയാലും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എടുത്ത് വെച്ചിട്ട് വായിക്കുക. മനസ്സിലായോ? നമ്മൾ UPSC പഠിക്കുന്ന സമയത്ത് അവർ മെയിനായിട്ട് പറയുന്നത് എന്താ, അവർ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, സ്കോർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പൊളിറ്റി, ലക്ഷ്മികാന്തിൻ്റെ പൊളിറ്റി, അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. മനസ്സിലായോ? അതിനൊക്കെ തന്നെ ഒരുപാടുണ്ട്. എനിക്ക് സ്പെക്ട്രത്തിൻ്റെ ബുക്കുണ്ട്. അപ്പം ഇതൊക്കെയാണ് കോറായിട്ട് പറയുന്നത്. മനസ്സിലായി? ബെയർ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെയർ ആക്ട്, അങ്ങനെ അതിനൊക്കെ തന്നെ NCERT ടെക്സ്റ്റുകൾ, അങ്ങനെയാണ് UPSC സിലബസ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾ കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ SCRT പഠിക്കുക, നമ്മൾ കേരളത്തിനകത്തുള്ള ടെക്സ്റ്റുകൾ എടുക്കുക, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റുകൾ, അത് എടുക്കാവൂ, ഈ ചാപ്റ്റർ വേണം, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ 5ാം ക്ലാസ് ഒരു 10ാം ക്ലാസ്സിൽ വായിക്കുക. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ കാണും, ഇമ്പോർട്ടൻസ് കുറഞ്ഞൊരു ഏരിയ കാണും, നിങ്ങളത് വായിക്കുക. നിങ്ങൾ ബിഗിനർ അല്ലേ, നിങ്ങൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 2 വർഷം നിങ്ങൾ സമയം കൊടുക്കുക, നിങ്ങളത് വായിക്കുക. അല്ലാതെ കുറേ ചാനലിനകത്തും കുറേ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കും ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഈ ചാൻസ് അത് വേണ്ട. നിങ്ങൾ അത് വായിച്ച് വെക്കാതെ, നിങ്ങൾ കുറേ നാളായില്ലേ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, കുറേ വർഷങ്ങളായില്ലേ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തവിടെ എന്തൊക്കെ തെറ്റ്? മനസ്സിലായോ? അതുകൊണ്ട് ഈ ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് മാത്രം നോക്കണം, നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ചുമ്മാ നോട്ട് ഉണ്ടാക്കി പോവുക. മനസ്സിലായോ? നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. റീഡിങ്ങിന് ടൈപ്പ് എങ്ങനെ വായിക്കണം എന്നുണ്ട്, നമുക്ക് വായിക്കാം, നമുക്ക് ഇരുന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അത് വായിക്കുക, SCRT ബുക്കുകൾ വായിക്കുക. പിന്നെ പത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒന്നും എവിടെയും പോയിട്ടില്ല. പത്രങ്ങൾ വായിക്കുക. പത്രങ്ങളില്ല, ഒരു പത്രം നിങ്ങൾ വീട്ടിൽ വരുന്നുണ്ടാകും, അത് വായിക്കുക. ക്ലിയർ ആണല്ലോ? പത്രം വായിക്കുമ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ആൾക്കാരാകുമ്പോൾ അത് കുറച്ചും കൂടി കണക്റ്റ് ആവും. കാരണം അന്നന്ന് വരുന്ന കാര്യങ്ങൾ പത്രങ്ങളാതെ വരുന്നുണ്ട്. പത്രങ്ങൾ ഔട്ട്ഡേറ്റഡ് ഒന്നും അല്ല. ഞാൻ റാങ്ക് ഫയൽ പഠിക്കാൻ പറയുമ്പോഴും പത്രം പഠിക്കാൻ പറയുമ്പോഴൊക്കെ ഒരുപാട് പേർക്ക് അതൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ, അത് ഈ കറക്റ്റ് പഠിക്കാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. കറക്റ്റ് അത് എന്താണ് ഒരു മെത്തേഡിന് അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തുനിന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ ഔട്ട്ഡേറ്റ്, പണ്ട് ഇപ്പം അതുകൊണ്ടൊക്കെ പുതിയ മോഡലാണ്. നമ്മൾക്ക് ഒരു മീഡിയമാണ്, നമ്മുടെ ഇൻഫോർമേഷൻ നമ്മളെ ഡെയിലി കിട്ടുന്ന ഒരു നല്ലൊരു മീഡിയമാണ് പത്രം എന്ന് പറയുന്നത്, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പറിനകത്ത് നമുക്ക് അറിയാവുന്ന വേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ ഇപ്പം എൻ്റെ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ നവംബർ 1 കഴിഞ്ഞപ്പോഴത്തേക്കും കേരളത്തിനെ കുറിച്ച് ഒരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കോളം നമ്മുടെ മാതൃഭൂമിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ അറിയാൻ പറ്റും, കേരളത്തിലെ ചരിത്രം ഒന്നും കൂടി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ്, എന്നാൽ പോലും നമുക്ക് അതൊന്നും കൂടി റിവൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ പത്രത്തിലൂടെ നമ്മൾ റിവിഷനാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഏരിയ വരുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലേറ്റഡ് ടോപ്പിക്സ് അവരിടും. ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞിട്ട് ഓർമ്മ വരുന്നില്ല.
എന്തെങ്കിലും ടോപ്പിക്കുകൾ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കും. ആ ഡീറ്റെയിൽസ് എവിടെ ഉണ്ട്, നമ്മുടെ പത്രത്തിനകത്തുണ്ട്. പത്രം വായന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു ശീലമാക്കി മാറ്റണം. മനസ്സിലായോ? നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പത്രം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം വാങ്ങിക്കാന്നേ ഉള്ളൂ. അങ്ങനെ ഒട്ടും കിട്ടുന്നില്ല, പത്രം വരുത്തില്ലെന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പത്രം വായിക്കാം. മനസ്സിലായോ? അപ്പം നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കത് പ്രിപ്പയർ ചെയ്യാം, നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ SCRTയും പത്രങ്ങളും നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ. പിന്നെ അത് കണക്കാണ് നമ്മൾ തൊഴിൽ വാർത്ത എന്ന് പറയുന്ന സംഭവം. തൊഴിൽ വാർത്ത എല്ലാ വീക്കിലും, അപ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് പത്രങ്ങൾ വരുന്നുണ്ട്, വീക്കിലി നമുക്ക് തൊഴിൽ വാർത്തകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ വീതി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താ, നമുക്കൊരു പ്ലാൻ ആവും, നമുക്ക് എന്തായാലും കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കിടന്ന് എല്ലാ ചാനലുകളും എല്ലാ പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളും അങ്ങനെയൊന്നും ജോയിൻ ചെയ്യേണ്ട. ആദ്യം നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് എന്തൊക്കെ പറ്റും, എനിക്ക് എന്തിനകത്താണ് നമുക്ക് ഹെൽപ്പ് വേണമെന്നൊരു കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അല്ലാതെ കോഴ്സ് ജോയിൻ ചെയ്ത് വെറുതെ പിന്നെ എന്താ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ബുക്ക് മേടിച്ച് റാങ്ക് ഫയൽ ഒരുപാട്, ഇപ്പോൾ LGS വന്ന റാങ്ക് ഫയൽ മേടിച്ച് LDC റാങ്ക് ഫയൽ മേടിച്ച് നമ്മൾ വാങ്ങി കൂട്ടത്തേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഏതിനകത്താണ് ഞാൻ പോകുന്നത്, ഏത് കോഴ്സാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ജോലി വേണമെന്ന കാര്യമല്ലേ, നിങ്ങൾക്ക് ജോലി വാങ്ങിക്കണ്ടേ? വെറുതെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ പോരല്ലോ. നമുക്ക് അവിടെ എത്തണം, നമുക്ക് 2 വർഷത്തിനുള്ളിൽ എത്തണം. 2 വർഷം ഇട്ടാൽ മതി. 1 വർഷം നമ്മൾ എക്സാം എഴുതി കഴിയാനും പിന്നെ 1 വർഷം നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് അതിനകത്ത് എടുക്കുന്ന പ്രൊസീജിയർ. 2 വർഷം നമ്മൾ ജോലി കയറണം. അല്ല നമുക്ക് ആജീവനാന്ത കാലം ഇങ്ങനെ നിന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് അത്രയും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, SCRT ബുക്കുകൾ റെഫർ ചെയ്യണം. 5 to 10 വരെ SCRT വായിക്കണം. അത് കണക്കാൻ എന്തും ചെയ്യണം, നമ്മുടെ പിന്നെ പത്രം വായിക്കണം. ഓക്കെ, ഇതിനാണ് ചെയ്യാമല്ലോ. പിന്നെ തൊഴിൽ വാർത്ത യൂസ് ചെയ്യാമല്ലോ. പിന്നെ നമ്മുടെ സിലബസ് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയയിലാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ പത്രവും വായിച്ച് തൊഴിൽ വാർത്തയും കഴിഞ്ഞ് നമുക്കൊരു ഒരു രീതിയിൽ വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ അപ്ലൈ ചെയ്തതിൻ്റെ എക്സാമിൻ്റെ റാങ്ക് ഫയൽ വാങ്ങിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ വേറെ മീഡിയാസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സമയം പോകും. അപ്പോൾ നമുക്ക് റാങ്ക് ഫയൽ എടുത്ത് വെച്ച് നമുക്ക് പഠിക്കാം. റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കുമ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. SCRT പഠിച്ച കുറേ കാര്യങ്ങൾ റാങ്ക് ഫയലിൽ കാണും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഉണ്ടായിരുന്നു, അതേ സെന്റൻസ് ആണ് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. മനസ്സിലായോ? റാങ്ക് ഫയൽ പ്രിപ്പയർ ചെയ്യുന്നത് SCRT ബേസ്ഡാണ്. അപ്പോൾ അതേ കാര്യങ്ങളാണ് റാങ്ക് ഫയലിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വെച്ച് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണ സഭയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പം റാങ്ക് ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. സിലബസ് മനസ്സിലാക്കി പഠിച്ചു തീർക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ റാങ്ക് ഫയലിനകത്ത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്നൊരു ഐഡിയ നമുക്ക് അവിടെ ക്രിയേറ്റ് ആവും. ക്ലിയർ ആണല്ലോ? അങ്ങനെ റാങ്ക് ഫയൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നാളത്തേക്ക് നമ്മൾ പത്രം വായിച്ചു, നമ്മൾ തൊഴിൽ വാർത്ത യൂസ് ചെയ്തു, അതുകൊണ്ടൊക്കെ നമ്മൾ SCRT പഠിച്ചു. കുറച്ച് കഴിയുമ്പോൾ റാങ്ക് ഫയലും കൂടി നമ്മൾ ചേർത്ത് പഠിക്കുന്നു. റാങ്ക് ഫയൽ പഠിച്ച് വരുന്നത്, എന്നിട്ട് ഒരു ലെവലായിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തുടങ്ങിക്കോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തുടങ്ങിക്കോ. മനസ്സിലായി? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ക്വസ്റ്റ്യൻ എപ്പോഴും ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് എക്സാം എഴുതുക. ഒരു 2 മണി തൊട്ട് 3:15 വരെ ഇരുന്ന് എക്സാം എഴുതുക. നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് എക്സാം എഴുതുക, ഫോക്കസ് ചെയ്ത് എക്സാം എഴുതുക. കാരണം ആ സമയത്താണ് PSC എക്സാം നടത്തുന്നത്. ആ സമയത്ത് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് എക്സാം നടത്തുക, എക്സാം എഴുതുക. നിങ്ങളെ പറ്റിക്കരുത്. നിങ്ങളെ പറ്റിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 10, 50, 100 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയിട്ട് പിന്നെ ആരാ നിങ്ങൾക്ക് ജോലി തരാത്തേ, പിന്നെ നിങ്ങൾക്ക് എന്താ റാങ്ക് ലിസ്റ്റ് തരാത്തേ? നിങ്ങൾ വരും. മനസ്സിലായോ? ഇത് നിങ്ങൾക്കൊരു ഇതാണ് ഒരു സ്ട്രാറ്റജി. ഇനിയിപ്പോൾ സ്ട്രാറ്റജി വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജി. ഇങ്ങനെ വർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത നമ്മൾ ലാസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് തന്നെ കിട്ടും. നിങ്ങൾക്ക് പതുക്കെ കൂടി 70, 80 ഒക്കെ മാർക്ക് വരും. ആ 80 മാർക്ക് തന്നെയായിരിക്കും നിങ്ങൾ എവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാമിന് വേണ്ടി, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സാധനം തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പം പിന്നെന്താ പ്രശ്നം? പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നില്ലേ, ജോലിയായില്ലേ, സെറ്റ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഒരു 2 വർഷത്തേക്കുള്ള വർക്കിങ്ങിൻ്റെ കാര്യമായി പറഞ്ഞത്. അതിന് നല്ല ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ വർക്ക് ചെയ്യുക. വേറൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സ്ട്രഗിളിലൊക്കെ മാറി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം. ആ ഒരു ബോധ്യം എപ്പോഴും മനസ്സിൽ കാണണം. അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബാച്ചിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇതിനു വേണ്ടി പിറകെ നിൽക്കും. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ, ഞാൻ വേറൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക, നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഒരു പ്രശ്നമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ LGS എഴുതുന്ന എത്ര പേരുണ്ട്, LGS എക്സാം എഴുതുന്നവരും ജസ്റ്റും താഴെ LGS എന്ന് കമൻറ്റ് ചെയ്യുക. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും LGSും കൂടി എഴുതുന്ന ആൾക്കാർ കമ്പനി ബോർഡ് ആൻഡ് LGS എന്ന് പ്ലസ് ഇട്ടിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മാത്രം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അത് മാത്രം ഡിഗ്രി ലെവൽ മാത്രം ഫോക്കസ് ഡിഗ്രി ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കൊന്ന് അറിയാൻ പറ്റും എത്രമാത്രം ആൾക്കാർ LGS എഴുതുന്നുണ്ട്, രണ്ടും കൂടി ചേർത്ത് എഴുതുന്നുണ്ട്, അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്.
ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന കാര്യങ്ങൾ എനിക്ക് തരാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.